ഈ കാപ്പൻ എന്ന് പറയുന്ന ആള് നല്ലൊരു നടനാണ്, ഒരു നിർമ്മാതാവാണ്, സംവിധായകനാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ നല്ലൊരു വോളിബോൾ കളിക്കാരനാണ്, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാവുന്ന മറ്റൊരു MLA കേരള നിയമസഭയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിസരത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നുണപ്രചരണം, അല്ലെങ്കിൽ ഒരു അബദ്ധം, അല്ലെങ്കിൽ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം ഇയാൾ പറഞ്ഞേക്കുവാണെന്ന്. റേഡിയേഷന്റെ പ്രോബ്ലംസ് പുറത്തേക്ക് വന്ന ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മറ്റാളുകളിലേക്ക് ഇത് പകരും. 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതല്ലേ? അവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇദ്ദേഹം നല്ല നടനാണ് എന്ന് തന്നെയല്ലേ? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇദ്ദേഹം നല്ല നടനാണ്, ഒരിക്കലും നല്ല രാഷ്ട്രീയക്കാരനല്ല, നല്ല ഭരണാധികാരിയുമല്ല അദ്ദേഹം, നല്ല മനുഷ്യനുമല്ല അദ്ദേഹം. തറപ്പിച്ചു പറയാൻ പറ്റും. കേരളത്തിലെ ജനങ്ങളോട് മൊത്തത്തിൽ പറയാനാണ് എന്താ വെച്ചാൽ, ഇതുപോലെയുള്ള MLA-മാരെയൊക്കെ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുക്കല്ലേ. എല്ലാവർക്കും ഒരബദ്ധമൊക്കെ പറ്റും, ഇത് 2 അബദ്ധമായി. ഇനി ഒരു അബദ്ധം പറ്റാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സൂക്ഷിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. നമസ്കാരം. പാലാ ജനറൽ ആശുപത്രിയിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ചുറ്റിലുള്ളവർക്കും ക്യാൻസർ ബാധിക്കുമെന്നാണ് മാണി സി കാപ്പൻ പറഞ്ഞത്. എന്തുദ്ദേശത്തിന്റെ പിന്നിലാണ് കാപ്പൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ? ഈ കാപ്പൻ എന്ന് പറയുന്ന ആള് നല്ലൊരു നടനാണ്, ഒരു നിർമ്മാതാവാണ്, സംവിധായകനാണ് എന്നൊക്കെ പറയുന്നു. പിന്നെ നല്ലൊരു വോളിബോൾ കളിക്കാരനാണ്, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ഇത്രയും നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാവുന്ന മറ്റൊരു MLA കേരള നിയമസഭയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുകേഷ് അവിടെ ഇരിപ്പുണ്ട്, KB ഗണേഷ് കുമാർ അവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അവരെക്കാളൊക്കെ ഏറ്റവും നല്ല മികച്ച നടനാണ് ഇദ്ദേഹം. മറ്റുള്ളവർക്ക് മുമ്പിൽ നന്മമരമായിട്ട് അഭിനയിക്കാൻ ശേഷി ലഭിച്ചിട്ടുള്ള ഇത്രയും വലിയൊരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല, സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്. ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാപ്പൻ നല്ലൊരു കച്ചവടക്കാരനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം കേരളത്തിലെ ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ശൃംഖല എന്ന് പറയുന്നത് വലിയൊരു മാഫിയ സംഘമാണ് എന്നുള്ള കാര്യവും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലുകളിലേക്കൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈടാക്കുന്ന തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ്. അത് ഇൻഷുറൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പല ആളുകളും വലിയ രീതിയിലുള്ളൊരു ഭാരമായിട്ടൊന്നും ആർക്കും അനുഭവപ്പെടാറില്ല. പക്ഷേ ഈ ഇൻഷുറൻസ് വഴി ക്ലെയിം ചെയ്ത് ഇവർ ഇങ്ങനെ തടിച്ചു കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ശൃംഖല എന്ന് പറയുന്നത്. എന്നാൽ പാലായെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പാലായ്ക്ക് ഏറെ ആശ്വാസം നൽകുന്ന പാലാ രൂപതയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് മാർസ് ലീവ മെഡിസിറ്റി എന്ന് പറയുന്നത്. ഈ മാർസ് ലീവ മെഡിസിറ്റിയിൽ വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് രോഗികളുണ്ട്. അവിടെ ഇപ്പോൾ പാവപ്പെട്ടവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സൗജന്യ ട്രീറ്റ്മെൻറ്റ് വരെ ലഭിക്കുന്നൊരു സ്ഥലമാണ്. ഈ പാലാ മാർസ് ലീവ മെഡിസിറ്റിക്കകത്ത് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം രോഗികളുടെ ഒരു നമുക്ക് ചിന്തിക്കാത്തതിനപ്പുറത്തുള്ള ക്യാൻസർ രോഗികൾ ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലാ ജനറൽ ആശുപത്രിക്ക് 20 കോടി രൂപ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നു. ഉടനെ തന്നെ ഈ കാപ്പൻ ചെയ്ത കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിസരത്തുള്ള താമസിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നുണപ്രചരണം, അല്ലെങ്കിൽ ഒരു അബദ്ധം, അല്ലെങ്കിൽ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ ഒരു പൊട്ടത്തരം ഇയാൾ പറഞ്ഞേക്കുവാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാർസ് ലീവ മെഡിസിറ്റിയുടെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഈ പാലാ മാർസ് ലീവ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലും അതിന്റെ മാനേജ്മെന്റ് ആയിട്ടുള്ള പാലാ രൂപതയും ഈ കാപ്പനോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗികൾ അവിടെ നിന്ന് ചികിത്സ തേടി പോകുന്നതല്ലേ? പാലാ ജനറൽ ആശുപത്രിയിലും ഈ 20 കോടി രൂപയുടെ കെട്ടിടത്തിൽ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് തന്നെയല്ലേ അതിന്റെ ഉപകാരം ലഭിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇപ്പൊ മാർസ് ലീവ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് എറണാകുളത്തേക്കൊക്കെ ട്രീറ്റ്മെന്റിന് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ശൃംഖലകളുമായി ഈ MLAക്ക് ബന്ധമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പാലയിലെ മാർസ് ലീവ ഹോസ്പിറ്റലിന്റെ ചുറ്റുവട്ടം ഉള്ള ആളുകൾ മാർസ് ലീവ ഹോസ്പിറ്റലിനെതിരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ട് രംഗത്ത് വരണം. പാലാ ജനറൽ ആശുപത്രിക്ക് ചുറ്റും താമസിക്കുന്ന ആളുകൾ പാലാ ജനറൽ ആശുപത്രിയിൽ അനുവദിച്ചിട്ടുള്ള ഈ 20 കോടി രൂപയുടെ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ബിൽഡിംഗ് പണിയാനുള്ള പൈസ അനുവദിച്ചിരിക്കുന്നു. ആ പ്രൊജക്ടിനെതിരെ രംഗത്ത് വരണം. അതിനു വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന കൊടും ക്രൂരതയല്ലേ ഇത്? 10 പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതല്ലേ? ഇതിനപ്പുറത്തേക്ക് വേറെന്താ പറയാൻ പറ്റുക? അതല്ല എങ്കിൽ പിന്നെ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുടെ പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ക്യാൻസർ വരുമെന്ന് പറയാനായിട്ട് ഇയാൾക്ക് എവിടെ നിന്നാണ് ഈ മെഡിസിന് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ളത്? ഇയാൾ പറയുന്നത് ഏതോ ഒരു കോൺട്രാക്ടറുടെ അടുത്ത് ചോദിച്ചു, ആ കോൺട്രാക്ടർ പറഞ്ഞു കൊടുത്താൽ എന്താ കോൺട്രാക്ടർ ഡോക്ടറാണോ? ഈ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒക്കെ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ വരത്തുള്ളൂ.
കേരളത്തിന് പുറത്തുള്ള എത്രയോ സംസ്ഥാനങ്ങളിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. അപ്പം ആ ആശുപത്രികളുടെ എല്ലാം ചുറ്റും താമസിക്കുന്ന ആളുകൾക്ക് ക്യാൻസർ ബാധിതരായിട്ട് കിടക്കുവാണോ? ഇത് പാലയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ല ഇത്? കാരണം ഈ പാല മാർസ്ലിവ മെഡിസിറ്റി ഇയാളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ആ ഹോസ്പിറ്റലിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തെ പോലും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയല്ലേ ഇയാൾ നടത്തിയിട്ടുള്ളത്? ഇയാളുടെ പ്രസ്താവന നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഈ പറയുന്ന മാന്യനായിട്ടുള്ള MLA പ്രസ്താവന നമുക്കൊന്ന് കാണാം. റേഡിയേഷന്റെ പ്രോബ്ലംസ് പുറത്തേക്ക് വന്ന് ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റാളുകളിലേക്ക് ഇത് പകരും. ഈ പാലാ മോഡൽ വികസനം എന്ന് പറഞ്ഞ് എന്റെ സ്നേഹിതൻ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന അയാൾ പറയുന്നുണ്ട് പലപ്പോഴും. ഈ പാലാ മോഡൽ വികസനം എന്ന് പറഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് 2 വാർഡിനകത്ത് കൂടുന്ന വികസനമേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റോട് വന്നപ്പം ബോധ്യപ്പെട്ടു. ഇവിടെ ആശുപത്രിയിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് ബിൽഡിംഗ് പണിയാനായിട്ട് 20 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ കൊല്ലം 1.5 കോടി രൂപ ചുറ്റുമതിൽ പണിയാൻ അനുവദിച്ചായിരുന്നു. ഇപ്പം 5 കോടി രൂപ അവിടെ അനുവദിച്ചിട്ടുണ്ട്. ഇതെവിടെയും വികസനം? ഈ വികസനം എന്ന് പറയുന്നത് ഈ നാടിന് മുഴുവൻ വേണ്ടിയത്. ഈ നിയോജക മണ്ഡലത്തെ മൊത്തം കണ്ടിട്ട് വേണം ഇത്തരം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ. ആശുപത്രിയിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വരുന്നത് നല്ലത്. പക്ഷേ ഇട്ടാവട്ടം ഈ സ്ഥലമില്ലാത്ത ഈ ഏരിയയിൽ ഇത് റേഡിയേഷന്റെ പ്രോബ്ലംസ് പുറത്തേക്ക് വന്നാൽ ആളുകൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മറ്റെവിടെയെങ്കിലും കുറച്ചുകൂടെ മാറിയൊരു സ്ഥലമെടുത്ത് അതിന് മാർസിവ മെഡിസിറ്റിയിൽ ഇപ്പം ഇത് വന്നിട്ടുണ്ട് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് 8 അടി വീതിയിലെ ഒരു ഭിത്തി. അതിനകത്ത് കോൺട്രാക്ടറോട് ഞാൻ സംസാരിച്ചു. ഇപ്പം അയാൾ പറഞ്ഞു ഇതിന്റെ സിമെന്റ്, മണ്ണ്, മെറ്റല് ഇതിന്റെ അനുപാതത്തിൽ വ്യത്യാസമുണ്ട്. സിമെന്റ് കൂടുതലായിരിക്കണം. കാരണം ഇതിന്റെ റേഡിയേഷന്റെ ഈ സംഭവം നടക്കുന്ന അത് ഈ ടൗണിൽ നിന്ന് അവിടെ കൊണ്ടുവന്നിട്ട് ഈ സാധനം സ്ഥാപിച്ചിരിക്കുക. എന്തിനാണ് ഇത് ചെയ്തത്, ആർക്കു വേണ്ടി ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ 25 കോടി രൂപ ഇപ്പോൾ ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. നല്ല കാര്യം, നടന്നോട്ടെ. ആശുപത്രിയിൽ ഓങ്കോളജി റിപ്പോർട്ട് വരുന്നത് നല്ല കാര്യം. പക്ഷെ അതിൽ കൂടെ കുറച്ചുകൂടെ പ്ലാനിങ്ങോട് കൂടി കുറച്ചുകൂടെ ദൂരേക്ക് മാറ്റി സ്ഥലമെടുത്ത് എവിടെയെങ്കിലും ചെയ്യേണ്ടിയിരുന്ന സാധനം, അതിനും KM പേരിട്ടോട്ടെ, വിരോധമില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന സാധനം ഇവിടെ തന്നെ കൊണ്ടുവച്ചിരിക്കുക. ഇതുകൊണ്ട് ഭാവി ദൂഷ്യം ഉണ്ടാവും എന്നെനിക്ക് വ്യക്തമായി അറിയാം. ഇനി സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻസ്പെക്ഷൻ ടീം വരും. ഇതെല്ലാം പണിത് വെച്ചാലും ആ ടീം ഇത് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഇത് തുടങ്ങാൻ പറ്റത്തില്ല. എന്ത് മണ്ടത്തരമാണ് ഈ പറഞ്ഞിരിക്കുന്നത്? എന്തൊരു മണ്ടത്തരമാണ് ഇത്! കൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇയാൾ വലിയൊരു അഭിനേതാവാണെന്ന് പറഞ്ഞു. കാരണം രാവിലെ ഒരു 7 മണി തുടങ്ങി 11 മണി വരെ ഈ MLA നമുക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടും. അത് കഴിഞ്ഞാൽ 4 മണി തുടങ്ങി ഒരു 7 മണി വരെ ഈ MLA ഫോണിൽ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും. അതിനുശേഷം പിന്നീട് ഈ MLA ആർക്കെങ്കിലും ഫോണിൽ വിളിച്ചാൽ കിട്ടുമോ? എനിക്ക് തോന്നുന്നില്ല, കിട്ടത്തില്ല. പാലയിലുള്ള ഒരുപാട് ആളുകളായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് അവരെല്ലാവരും പൊതുവായിട്ട് പറയുന്ന ഒരു അഭിപ്രായമാണിത്. അതിനുശേഷം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ജനുവരി 30 അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പാലായെ അവഗണിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം ഇദ്ദേഹം തുടർന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടി 20ഓളം പദ്ധതികൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നുവെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തത് കൊണ്ട് ഒരു പ്രൊജക്ട് പാസ്സാവുമോ? അതിന് ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് വേണ്ടേ? അതുകൂടാതെ അതിനുള്ള സാധ്യതകൾ എന്താണ്? ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് രേഖകളും കാര്യങ്ങളും ഒരുപാട് ഗവൺമെന്റ് തല ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് വേണ്ട ഇത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു ഫോർമാലിറ്റിയും പൂർത്തിയാക്കാതെ ധനകാര്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ബഡ്ജറ്റിൽ വരുമെന്ന് ധരിക്കുന്ന ഒരു മണ്ടത്തരം, അത്രയും വലിയ മണ്ടനായിട്ടുള്ള MLA കേരളത്തിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത്രയും വലിയ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിനുശേഷം പിന്നീട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് അതുകൂടി നമുക്കൊന്ന് വായിച്ചിട്ട് പോകാം. ഇദ്ദേഹം എഴുതിയിരിക്കുകയാണ്, കാത്തിരിപ്പ് അവസാനിക്കുന്നു. മീനിച്ചിൽ മുത്തോലി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൂറ്റില പാലം നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 70 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. 33 വർഷം പഴക്കമുള്ളതും ശോച്യാവസ്ഥയിലുള്ള പഴയ പാലത്തിന് പകരം 15 അടി വീതിയിൽ 2 വലിയ വാഹനങ്ങൾ ഒരേ സമയം കടന്നു പോകാൻ കഴിയുന്ന രീതിയിലാണ് പാലം. ഈ 70 ലക്ഷം രൂപ എന്താ മാണി സി കാപ്പൻ MLA ആസ്തി വികസന ഫണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടിരുന്നല്ലോ. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അടയ്ക്കുന്ന നികുതി തന്നെയല്ലേ? ആ നികുതി പണത്തിൽ തന്നെയാണല്ലോ 20 കോടി രൂപ എവിടെ അനുവദിച്ചിരിക്കുന്നത്? ജനറൽ ആശുപത്രിക്ക് അനുവദിച്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആ ജനറൽ ആശുപത്രിയിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിനെതിരെ രംഗത്ത് വരാനായിട്ട് ഇയാൾക്ക് എന്ത് അധികാരമാണുള്ളത്? അത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അവിടെ ഒരു നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട്. അത് 5 കോടിയോ 3 കോടിയോ കണ്ടാണ്. ഒരു MLAക്ക് അയാളുടെ ആസ്തി വികസന ഫണ്ടിലേക്ക് ആകെ ലഭിക്കുക 5 കോടി രൂപയാണ്. ഈ കാപ്പനെ സംബന്ധിച്ചിരിക്കുന്ന കാപ്പൻ ഇപ്പൊ തന്നെ ഒരു 50 കോടി രൂപയുടെ പ്രൊജക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇദ്ദേഹം നല്ല നടനാണ് എന്ന് തന്നെയല്ലേ? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇദ്ദേഹം നല്ല നടനാണ്, ഒരിക്കലും നല്ല രാഷ്ട്രീയക്കാരനല്ല, നല്ല ഭരണാധികാരിയുമല്ല അദ്ദേഹം, നല്ല മനുഷ്യനുമല്ല അദ്ദേഹം. തറപ്പിച്ചു പറയാൻ പറ്റും. നീതിയും നെറിവുമുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടല്ലോ. ഒരു നീതിയില്ല, ഒരു നെറിവുമില്ല, ഒരു സംശയവും വേണ്ട അതിനകത്ത്. കാരണം രാഷ്ട്രീയ എതിരാളികളെയൊക്കെ ഏത് രീതിയിലും തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്.
അതിനകത്തൊന്നും ഒരു സംശയമില്ല. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് വളരെ വൈകാരികമായി നമ്മൾ പോകുമെന്നേ. നമ്മളൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമല്ല പാലാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ആ സ്ഥലത്തിലുണ്ടാകുന്ന ഒരു നേട്ടത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ അംഗീകരിക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് പാലാ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാർസ്ലീവ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിനെ പോലും വെല്ലുവിളിയാകുന്ന രീതിയിലുള്ള പ്രസ്താവനയല്ലേ ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായേക്കുന്നത്. അതിനെ നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഇതിനകത്ത് പാലാ രൂപതയുടെ ഒരു മറുപടി എന്താണെന്ന് കൂടി അറിയാനായിട്ട് പൊതുജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്നേ. ഇതുപോലൊരു MLA ആണോ ഇനിയും പാലായ്ക്ക് വേണ്ടത് എന്ന് പാലക്കാർ ചിന്തിക്കണ്ടേ? കാരണം കാണുമ്പോൾ ഒന്ന് ചിരിച്ചു കാണിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് പറയണ്ടേ? ഗ്രാമീണ മേഖലകളിൽ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് എവിടെയാണ് വികസനം കൊണ്ടുവന്നിരിക്കുന്നത്? ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കക്കല്ലുമാണ് ഇത് KM മാണി സാർ വിഭാവനം ചെയ്തിരിക്കുന്നതാണ്. ഈ വീഡിയോയ്ക്കിടയിൽ ഒരുപാട് തെറികൾ വന്നേക്കാം, ഒരുപാട് മറ്റു കാര്യങ്ങൾ വന്നേക്കാം. ഇതിനെല്ലാത്തിനെയും കൃത്യമായ ഉത്തരം പറയാനുള്ള ഉത്തരം നമ്മുടെ കൈവശം ഉണ്ടെന്നേ. അതിനുശേഷം ഇവിടെ ഗ്രാമീണ വികസനം എന്ന് പറയുന്നത് എന്ത് ഗ്രാമീണ വികസനം? എവിടെയാണ്? ഞാൻ ഇപ്പോഴും പാലയിലെ ഗ്രാമങ്ങളിൽ ഇല്ലാത്ത പാലങ്ങൾ കാണിച്ചു തരാം, റോഡുകളില്ലാത്ത വീടുകൾ കാണിച്ചു തരാം, ഇപ്പോഴും വെള്ളം ചുമന്നുകൊണ്ട് കയറേണ്ട സ്ഥലങ്ങളുണ്ട്, അത് കാണിച്ചു തരാം. അതിനുശേഷമാണ് ഇദ്ദേഹം വന്നുകൊണ്ട് പറയുന്നത് പാലയിലെ ഗ്രാമീണ വികസനം ഇദ്ദേഹം നടപ്പിലാക്കിയത്. ഒരു വികസനവും നടപ്പിലാക്കിയിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ എമ്പാടും ഉണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുണ്ട്. അത് ഏറ്റവും കൂടുതലായിട്ട് നടന്നിട്ടുള്ളത് കഴിഞ്ഞ 5 വർഷമായിട്ടാണ്. ഈ 5 വർഷത്തിനുള്ളിൽ നടന്നിട്ട് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് പാലായിലേക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു പരാജയപ്പെട്ട MLA തന്നെയാണ് ഈ മാണി സി കാപ്പൻ എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പാലായിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ മാറി താമസിച്ചതാണെങ്കിലും ആ പാല എന്നുള്ളത് ഇപ്പോഴൊരു വികാരമായിട്ട് നമ്മുടെ മനസ്സിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഈ പാലായ്ക്ക് ഇതുപോലൊരു MLA വേണോ വേണ്ടയോ എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മാർസ്ലീവ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേറെ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഉള്ളപ്പോഴാണ് ഇദ്ദേഹം വന്നിട്ട് പറയുന്നത് ഇവിടെ ജനറൽ ആശുപത്രിയിൽ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കെല്ലാം ക്യാൻസർ വരുമെന്ന്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണ്ടേ, അത് മാർസ്ലീവ ആശുപത്രിയുടെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥ ഇപ്പം എന്തായിരിക്കും? ഇദ്ദേഹത്തോട് പാലാ രൂപത ഇദ്ദേഹത്തെ പിടിച്ച് കടിച്ചോ? ഒന്നും ചെയ്തില്ലല്ലോ. അതിനുശേഷം പിന്നീട് ഇതുപോലത്തെയൊക്കെ കേരളത്തിലെ ജനങ്ങളോട് മൊത്തത്തിൽ പറയാനുള്ള എന്താ വെച്ചാൽ ഇതുപോലെയുള്ള MLA മാരെയൊക്കെ ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും നിങ്ങൾ തെരഞ്ഞെടുക്കല്ലേ. എല്ലാവർക്കും ഒരബദ്ധമൊക്കെ പറ്റും, ഇത് 2 അബദ്ധമായി. ഇനി ഒരു അബദ്ധം പറ്റാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സൂക്ഷിക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ.